മനസ്സിന്റെ താളം തെറ്റി അലയാൻ വിധിക്കപ്പെട്ട അഗതികളും ആലംബഹീനരുമായ ജന്മങ്ങൾക്ക് കാരുണ്യത്തിന്റെ സാന്ത്വന സ്പർശമേകുന്ന അഭയകേന്ദ്രമാണ് വിളക്കുടിയിലെ സ്നേഹതീരം. ഈ സ്നേഹതീരത്തിന്റെ സാരഥിയാണ് സിസ്റ്റർ റോസ്ലിൻ. സ്വന്തം സുഖം തേടി നെട്ടോട്ടമോടുമ്പോൾ അന്യന്റെ ജീവിത ദുഃഖം കാണുവാൻ കഴിയാത്ത പുതുതലമുറയ്ക്ക് ഒരു പാഠപുസ്തകമാണ് സ്നേഹതീരത്തിലെ ഈ അമ്മയുടെ മാതൃകാ ജീവിതം. 2002 സെപ്റ്റംബർ 26-ന് 3 അന്തേവാസികളുമായി ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ നിന്ന് 200ഓളം അന്തേവാസികളാണ് സിസ്റ്റർ റോസ്ലിൻ്റെ കാരുണ്യത്താൽ ജീവിത മധുരം നുകരുന്നത്. മലപ്പുറം ജില്ലയിലെ മണിമുളി എന്ന ഗ്രാമത്തിൽ യാഥാസ്ഥിതിക ക്രിസ്തീയ കുടുംബത്തിലായിരുന്നു റോസ്ലിൻ്റെ ജനനം. കലാകായിക രംഗങ്ങളിലെല്ലാം മികവ് തെളിയിച്ച റോസ്ലിൻ പഠനത്തിലും ഏറെ മുന്നിലായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ ആത്മീയതയിലും ആതുര സേവന മേഖലകളിലും തൽപരയായ റോസ്ലിന് അർപ്പിത ജീവിതമായിരുന്നു ലക്ഷ്യം. എന്നാൽ വീട്ടുകാർ ഈ തീരുമാനത്തെ ശക്തമായി എതിർത്തുവെങ്കിലും ഒടുവിൽ റോസ്ലിൻ്റെ തീരുമാനത്തിന് വഴങ്ങേണ്ടി വന്നു. മാർത്താണ്ഡം ഡോക്ടേഴ്സ് ഓഫ് മേരി സഭയിൽ റോസ്ലിൻ അർപ്പിണിയായി. തുടർന്ന് നഴ്സിംഗ് പഠനം പൂർത്തീകരിച്ചു. പാവങ്ങളുടെ അമ്മയായ മദർ തെരേസയുടെ ജീവചരിത്രമാണ് ആലംബഹീനർക്കുള്ള ആശ്രയ വഴിയെ സഞ്ചരിക്കുവാൻ പ്രചോദനമായത്. 2002 സെപ്റ്റംബർ 26-നാണ് ആദ്യമായിട്ട് ഞാൻ ഈ വിളക്കുടി ദേശത്തേക്ക് 3 രോഗികളുമായിട്ട് കടന്നു വരുന്നത്. വാസ്തവത്തിൽ ഇവിടെ വന്നപ്പോഴെനിക്ക് ആകെ ഒരു പുതുമയായിരുന്നു. കാരണം പരിചയമില്ലാത്ത ഒരു നാട്, പരിചയമില്ലാത്ത മുഖങ്ങൾ. ദൈവമേ, ഒറ്റയ്ക്കാണോ എന്നൊരു ചിന്ത പോലും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു, ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു കൊച്ചു വീട് കണ്ടു. അപ്പോഴൊക്കെ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര തേങ്ങലായിരുന്നു. ഞാൻ എങ്ങനെ ഈ വീടിനകത്ത് കഴിയും? പക്ഷെ പെട്ടെന്ന് മദർ തെരേസയെ ഓർമ്മ വന്നത്. ഞാൻ പെട്ടെന്ന് ഓർത്തു, മദർ തെരേസ 5 രൂപ കൊണ്ടാണ് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്നതും. കയ്യിൽ ഈ പ്രേക്ഷിത വേല തുടങ്ങാൻ മദർ തെരേസ തുടങ്ങിയപ്പോൾ മദർ തെരേസയിൽ അത്രയും ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു ചിന്ത എനിക്ക് ഒത്തിരി ധൈര്യം പകർന്നു. ഒരു സ്ത്രീ പോലും അനാഥയായി തെരുവിൽ അലയരുത് എന്ന ലക്ഷ്യത്തോടെയാണ് സ്നേഹതീരം എന്ന സങ്കേതത്തിന് റോസ്ലിൻ തുടക്കം കുറിച്ചത്. ഇന്ന് ഇവിടെയുള്ള എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തെരുവിൽ സ്ത്രീകൾ ആരും അലഞ്ഞു തിരിയരുത് എന്നുള്ളത്. ഒരു സ്ത്രീ പോലും കിടക്കാൻ സ്ഥലമില്ലാതെ, ഭക്ഷണം കഴിക്കാനില്ലാതെ, വസ്ത്രമില്ലാതെ തെരുവിൽ നടക്കാൻ പാടില്ല. എന്തുകൊണ്ടോ ഞാൻ തെരുവിൽ കാണുന്നവരെയൊക്കെ പെറുക്കിയെടുക്കാറുണ്ട്. ഇന്ന് അങ്ങനെ പെറുക്കിയെടുത്ത 150-150-ൽ പരം സഹോദരിമാർ ഞങ്ങൾ ഒരുമിച്ച് ഈ ഭവനത്തിൽ വളരെ സന്തോഷത്തോടെ കഴിയുന്നു. എന്നാൽ കഴിയുന്ന വിധം എല്ലാ കാര്യങ്ങളിലും അവരെ ഞാൻ മുൻപന്തിയിൽ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ ഒരു മാനസിക രോഗി എന്ന് മറ്റുള്ളവർ പറയാൻ ഇടയാകരുത്. അതിനെക്കാട്ടിലുപരിയായിട്ട് സാധാ ആളുകളെ പോലെ തന്നെ അവരും മറ്റുള്ളവരുടെ മുൻപിൽ കടന്നു വരുവാൻ തക്ക വിധത്തിൽ അവർക്ക് വേണ്ട ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നുണ്ട്. ജോൺ ത്രേസ്യാമ്മ ദമ്പതികളുടെ മൂത്ത മകളായ റോസ്ലിൻ്റെ ആഗ്രഹങ്ങൾക്ക് വിലക്ക് നിൽക്കുവാൻ മാതാപിതാക്കൾക്കും കഴിഞ്ഞില്ല. തങ്ങളുടെ ചേച്ചിക്ക് വേണ്ട സർവ്വ പിന്തുണയുമായി റോസ്ലിൻ്റെ 6 സഹോദരങ്ങളും സ്നേഹതീരത്തിൻ്റെ കരുത്തായി കൂടെ നിന്നു. സ്നേഹതീരം ഇന്ന് വളരുകയാണ്. ഏകദേശം ഒരുവിധ സൗകര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. പക്ഷേ അതിൻ്റെ പിന്നിൽ ഒത്തിരി ത്യാഗവും ഉണ്ടായിരുന്നു. ഒത്തിരി വലിയൊരു ബാധ്യത നമുക്കുണ്ട്. 52 ലക്ഷം രൂപയോളം കടം നമ്മുടെ ഈ ഭവനത്തിൽ ഇപ്പോഴുണ്ട്. ബാങ്ക് ലോണ്, പല വ്യക്തികളിൽ നിന്ന് വാങ്ങിച്ച പൈസ കടകളിൽ കൊടുക്കാൻ, പിന്നെ പലതരത്തിൽ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ മാറും. തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു വഴി ദൈവം തരും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ധൈര്യമായിട്ട് തന്നെ ഞങ്ങൾ മുൻപോട്ട് പോവുകയാണ്. എല്ലാത്തിനും നന്ദി പറയാൻ വാക്കുകളില്ല. മനോനില തെറ്റിയ ഇവിടുത്തെ രോഗികൾക്ക് ആരെയും തിരിച്ചറിയില്ല. പക്ഷേ അവരുടെ ഇരുൾ നിറഞ്ഞ ജീവിതത്തിൽ വെളിച്ചം വീശിയ സ്നേഹതീരത്തിൻ്റെ അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളെ അവർ തിരിച്ചറിയുന്നു. സിസ്റ്റർ റോസ്ലിന് ഇവിടെ എല്ലാവരും മക്കളാണ്. അവർക്കാകട്ടെ സിസ്റ്റർ അന്നവും അഭയവുമേകുന്ന സ്നേഹത്തിൻ്റെ നിറദീപമായ ദൈവതുല്യയായ